അസ്സാം വലൈക്കും. റമദാൻ ആകുമ്പോഴത്തേനും നമ്മുടെ വീട്ടിലെ മക്കളുടെ കോസ്റ്റ്യൂമൊക്കെ ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. ഓതണം, ദിക്റ് ചൊല്ലണം, അല്ലെങ്കിൽ അള്ളാഹ് വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെ ഒരുവിധം അടക്കിയിരുത്തിയിരിക്കുവാണ്. ഹൈസ വെറുതെ കോസ്റ്റ്യൂം ഇട്ട് എങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് ഞാൻ ആക്കാൻ പോകുന്നത് ഹരിയാലി ചിക്കൻ റെസിപ്പിയാണ്. ഭയങ്കര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ചിക്കൻ ആണിത്. നമുക്ക് കുറച്ച് സാധനങ്ങളുടെ ആവശ്യകതയുണ്ട്. കുറച്ച് ആൽമണ്ട്സ്, കുറച്ച് കാഷ്യൂസ്, പുതിനയില, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുരുമുളക്, പച്ചമുളക്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര്, പിന്നെ കട്ടത്തൈര്. മിൽക്കി മിസ്റ്റിൻ്റെ കട്ടത്തൈരാണ്. 2 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് സ്പൈസ് പൗഡേഴ്സും ഈ തൈരും നാരങ്ങ നീരൊക്കെ ചേർത്ത് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ സൈഡ് ചെയ്ത് വയ്ക്കുക. പിന്നെ നേരത്തെ കാണിച്ച ചേരുവകളെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ പേസ്റ്റ് പരുവത്തിലാക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് നല്ല രീതിയിൽ കട്ടയൊന്നും ഉണ്ടാവില്ല, എന്നാലും ജസ്റ്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ ചേരുവകളും 2 പേസ്റ്റും കൂടി ഒരുമിച്ച് ആക്കുക. ഈ 2 പേസ്റ്റ് കണ്ടോ, രണ്ടും കൂടി ഒരുമിച്ചാക്കുക. നമ്മൾ നേരത്തെ അരച്ചെടുത്തപ്പോൾ ഈ പേസ്റ്റ് എല്ലാം അതിനകത്ത്, അതായത് ഈ പൗഡേഴ്സും ഈ നാരങ്ങ നീരും എല്ലാം കൂടി ഒരുമിച്ച് അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ കുഞ്ഞു ജാറായതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒരു 5 ടേബിൾ സ്പൂണോളം നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റി വയ്ക്കുന്നത്. റെസ്റ്റ് ഓഫ് ദി പേസ്റ്റിനകത്ത് നമ്മൾ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കും. ഞാൻ 1 kg ചിക്കൻ പീസസ് ഞാൻ അതിനകത്തിട്ട് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഞാനൊരു ഹാഫ് ഹവേഴ്സ് മാത്രം നമുക്ക് മാരിനേറ്റ് ചെയ്യണം എന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെറുതെ വെച്ചു എന്നേ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല, സമയം ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ സ്കിപ്പാക്കാം. നല്ല വെളിച്ചെണ്ണയിൽ നമുക്ക് കറുവ, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫൊക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് നമുക്ക് ഓരോന്നായിട്ട് നല്ല രീതിയിൽ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും കേട്ടോ. എൻ്റെ മാരിനേഷനിൽ കുറച്ചധികം പേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ ഗ്രേവി പോലെ ആയി. അത് സാരമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഞാനിച്ചിരി ഫ്ലെയിം കുറച്ചിട്ടിട്ട് പയ്യെ ഞാനിതിനെ ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തു. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രേവി അടിയിൽ പിടിച്ച് ചെറിയൊരു കരിഞ്ഞതുപോലെയൊക്കെ ആവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കരുത്. അപ്പോൾ ഹാഫ് കുക്ക് ആയതിനു ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ഗ്രേവിയില്ലേ, പേസ്റ്റില്ലേ, അത് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു റിച്ച് ലുക്കും ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതൊരു ഭയങ്കര ഒരു തിക്കായിട്ടുള്ളൊരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എക്സ്ട്രാ വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാമെന്ന് ഞാൻ പറയില്ല. കാരണം വെച്ചാൽ ഹരിയാലി ചിക്കൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിലാണ് ടേസ്റ്റ് ചെയ്യുന്നത്, നല്ലൊരു തിക്ക് ഗ്രേവിയൊക്കെ കൂടി. അപ്പോൾ കറി സെറ്റായി. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സവോള നമ്മൾ നല്ല രീതിയിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് അതിൻ്റെ പുറത്തിങ്ങനെ വെതറി കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് നല്ല രീതിയിലൊന്ന് അതിൻ്റെ കൂടെ കറിയുടെ കൂടെ ഇതിനൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. കറി സെറ്റായി. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ചിക്കൻ റെസിപ്പിയാണ്. നിങ്ങൾ എന്തായിരുന്നാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ഇതിൻ്റെ കൂടെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷൻ ചപ്പാത്തി തന്നെയാണ്. വേറൊന്നിൻ്റെ കൂടെയും അങ്ങനെ ഭയങ്കര മാച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചപ്പാത്തി തന്നെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. ഒരു നോമ്പിന് നിങ്ങൾ ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അസ്സലാമു അലൈക്കും.
ഓ വാങ്ങിച്ചു തരാമേ.